വൈദ്യുതി പോയിട്ട് 3 മണിക്കൂറായി. വിനോദിന്റെ വീട്ടിൽ ഇപ്പോൾ കേൾക്കാനുള്ളത് മഴത്തുള്ളികളുടെ ശബ്ദം മാത്രം. പഴയൊരു തറവാടാണിത്. അമ്മാവൻ മരിച്ചതിന് ശേഷം അവൻ അവിടെ തനിച്ചായി. അങ്ങനെ രാത്രി 12 കഴിഞ്ഞപ്പോൾ ഒരു ചിരി കേട്ടു. അതൊരു പെൺകുട്ടിയുടെ ചിരിയായിരുന്നു. ആദ്യം കേട്ടപ്പോൾ മറ്റെന്തെങ്കിലും ആകാമെന്ന് വിചാരിച്ച് അവൻ ചിരിച്ചു തള്ളി. ആ ചിരി വീണ്ടും വീണ്ടും ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങി. പിന്നിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കാണാൻ സാധിച്ചില്ല. എന്നാൽ നിലത്ത് നനഞ്ഞ കാൽപ്പാടുകൾ വിനോദ് ശ്രദ്ധിച്ചു. ആ കാൽപ്പാടുകൾ മുറി വരെ എത്തി. അവൻ വളരെയധികം ഭയത്തോടെ വാതിലടച്ചു. അപ്പോൾ പെട്ടെന്ന് വാതിലിന് പുറത്തു നിന്ന് ഒരു ശബ്ദം വന്നു. "വിനോദേ, ഞാൻ വന്നേ. " അവനെ പിരിഞ്ഞുപോയ തൻ്റെ സഹോദരി മേഘയുടെ ശബ്ദമായിരുന്നു അത്. അവൾ 5 വർഷം മുമ്പ് ആ വീട്ടിലെ കിണറ്റിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിനോദ് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അവൾ അവിടെ തന്നെ നിൽക്കുന്നു. അന്ന് മരിച്ചു കിടക്കുമ്പോൾ ഉള്ള പട്ടുപാവാടയും ബ്ലൗസും തന്നെയാണ് ഇപ്പോൾ അവൾ ഇട്ടിട്ടുള്ളത്. അവളുടെ കണ്ണുകളിൽ ശൂന്യതയും അവളുടെ മുഖത്ത് ചെറുപുഞ്ചിരിയും ഉണ്ടായിരുന്നു. "ഞാൻ വരില്ലെന്ന് നീ വിചാരിച്ചില്ലേ? " അവൾ അവനോട് ചോദിച്ചു. അവൻ നിലവിളിച്ചു. എന്നാൽ ആ മഴയത്ത് അവൻ്റെ വിളി ആരും കേട്ടില്ല. അടുത്ത രാവിലെയോടെ ആ വീട്ടിൽ നനഞ്ഞ കാൽപ്പാടുകളല്ലാതെ മറ്റൊന്നും അവിടെ കണ്ടില്ല.